2007 ഓഗസ്റ്റിലാണ് ഞാൻ ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് UAE എത്തുന്നത്. അതിനുശേഷം ഇന്ന് 2025 ഓഗസ്റ്റായി. 18 വർഷങ്ങൾ എങ്ങനെ കഴിഞ്ഞുപോയി എന്ന് പിന്നെ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് അത്ഭുതപ്പെടുകയാണ് ഞാൻ ചെയ്യുന്നത്. 7 വർഷത്തോളം ഫിനാൻസിലും അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം 2014 ദാറുസ്സലാം എന്നുള്ള നമ്മളെ സംരംഭം വളരെ ചെറിയ രൂപത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും കാലത്തെ ആ ഫിനാൻസ്, അക്കൗണ്ട്സ്, അതിലുള്ള എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഏകദേശം 11 വർഷത്തോളം എൻ്റെ ബിസിനസ്സിലുള്ള എക്സ്പീരിയൻസും നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ വളരെ കുറച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും നമുക്ക് ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. ഏറ്റവും ജീവിതത്തിൽ നമ്മൾ എന്തിനും നമുക്കൊരു ഗോൾ സെറ്റിംഗ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഗോൾ സെറ്റിംഗ് എന്നുള്ളത് അത് നമ്മൾ ഹെൽത്ത് പരമായിട്ട് നമുക്ക് ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടാവണം, പേഴ്സണലായിട്ട് ഉണ്ടാവണം, പേഴ്സണൽ ലൈഫിലൊരു ഗോൾ സെറ്റിംഗ് ഉണ്ടാവണം, അതേപോലെ തന്നെ നമുക്ക് ബിസിനസ്സിൽ ഗോൾ സെറ്റിംഗ് ഉണ്ടാവണം. അപ്പോൾ ഈ ഗോളുകൾ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു ലക്ഷ്യബോധം നിർണ്ണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിലേക്കൊരു ക്ലാരിറ്റിയും കൺസിസ്റ്റൻസിയും കിട്ടുന്നത് എന്നുള്ളതാണ്. ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പല ഗോളുകളും സെറ്റ് ചെയ്ത് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ, ഞാൻ പല സമയത്തും അതിൽ നിന്നും തെന്നി മാറി പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. 2007 ഞാൻ വരുന്ന സമയത്ത് അന്ന് തന്നെ ഒരു 10 CV ആയിട്ടാണ് ഞാൻ വന്നത്. 10 CVയും നാട്ടിലുള്ള ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസും ആയിട്ടാണ് ഞാൻ UAE വരുന്നത്. അങ്ങനെ 10 CV അന്ന് എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ 10 CVയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോവില്ല, അത് കൊണ്ട് 10 കമ്പനികളിൽ മാത്രമേ ഞാൻ അപ്രോച്ച് ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് വന്ന് ഒരൊറ്റ CVയിൽ തന്നെ എനിക്ക് ജോലി ശരിയാവുകയാണ് ഉണ്ടായത്. ബാക്കി 9 CVയും ഞാൻ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തുടങ്ങുന്നു നമ്മളെ ജീവിത ലക്ഷ്യം. അത് അപ്പോഴും ഞാൻ നിർണയിച്ചിരുന്നു, ഒരുപാട് കാലം ജോലി ചെയ്യുക എന്നുള്ളതല്ല, എനിക്ക് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ളത് ഒരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അതും എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് ഏകദേശം 7 വർഷത്തോളം അതിന് എടുക്കേണ്ടി വന്നു. അതിനുശേഷം ബിസിനസ്സിൽ കയറിയ ഉടനെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഗോൾ സെറ്റിങ്ങിൽ പല സമയത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കറക്റ്റ് പാതയിലൂടെ ആയിരുന്നില്ല പോയത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോയത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ആ വഴിയിലൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനിടക്കാണ് 2019, 2020 കാലഘട്ടത്തിൽ നമ്മളെ കോവിഡ് വന്നത്. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നേരിടാൻ വേണ്ടി നമ്മളെ കയ്യിൽ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് മാർക്കറ്റിൽ അതുവരെ നമ്മൾ ഉണ്ടാക്കിയ 2014 മുതൽ 2020 വരെ നമ്മൾ ഉണ്ടാക്കിയ ലാഭവും കാര്യങ്ങളും ഒക്കെ ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും നമ്മളെ ഈ ബിസിനസ്സിൽ എന്ത് പ്രതിരോധം വന്നു ചേർന്നാലും അതിനെയൊക്കെ നേരിടണമെന്ന് ഉള്ള കാര്യത്തിൽ മാത്രം ഒരു ഉറച്ച നിശ്ചയം നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കുകയും പിന്നീടുള്ള ഏകദേശം 5 വർഷത്തിനുള്ളിൽ വീണ്ടും കമ്പനിയെ നല്ല രൂപത്തിലേക്ക്, നല്ല ഗ്രോത്തിലേക്ക് വളർത്തിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 കൊല്ലത്തോളം നമുക്ക് നമ്മളെ ഒരു ബിസിനസ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആയി എന്നുള്ളതാണ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നോർത്തേൺ എമിറേറ്റ്സിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന പേര് ദാറുസ്സലാമിന് ഉണ്ട്. അത് നേടിയെടുത്തത് വളരെ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെയാണ് എന്നുള്ളത് കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള പോക്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്തും നമ്മുടെ കയ്യിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇത്ര സമയം എടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. മാറിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്, AI-ൻ്റെ ഉപയോഗങ്ങൾ, അതേമാതിരി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കസ്റ്റമർ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളായാലും അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായാലും ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൃത്യമായ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ
ഇത്രയൊന്നും സമയം ആവശ്യമില്ല, വളരെ കുറഞ്ഞ സമയമേ ആവശ്യമുള്ളൂ എന്നുള്ളത് കൂടി നമുക്ക് ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജീവിതത്തിൽ വ്യക്തമായ ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട്, അത് സ്മാർട്ട് എന്നാണ് നമ്മൾ പറയുന്നത്, അത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ റിലവൻ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ നമുക്ക് ടൈം ബൗണ്ട് ആയിരിക്കണം, അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ ലക്ഷ്യങ്ങൾ വെക്കുന്ന സമയത്ത് നമ്മളെ ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളെ മുന്നിൽ ആ ലക്ഷ്യം ഓട്ടോമാറ്റിക്കായി തെളിഞ്ഞു വരികയും അതിലേക്കുള്ള ആക്ഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ബിസിനസ് ഗോളിൻ്റെ കൂടെ തന്നെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നമ്മളെ പേഴ്സണലായിട്ടുള്ള ഗോളുകളും സെറ്റ് ചെയ്യണം. നമുക്ക് ഇത്ര വർഷം ഇവിടെ വിദേശത്ത് താമസിക്കണം, അതിനുശേഷം ഇത്ര സമയത്ത് നമ്മൾ റിട്ടയർ ചെയ്യണം, അതിന് ഇത്ര നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഇന്ന ഒബ്ജക്റ്റീവ്സ് നമ്മൾ മുന്നിലുണ്ട്, നമ്മൾ ഇന്ന രൂപത്തിൽ ഇൻവെസ്റ്റിങ് ചെയ്യണം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായി എഴുതി രേഖയാക്കി ഗോൾ സെറ്റിംഗ് ആക്കുമ്പോഴാണ് നമ്മൾ ഒരു വലിയ ഒരു വിഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് നമ്മുടെ ഹെൽത്ത് എന്നുള്ളത് ശ്രദ്ധിക്കുന്നുണ്ടാവുക നമ്മൾ കുറേ അങ്ങോട്ട് എത്തുന്ന സമയത്തായിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിലും ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പൈസയൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും നമ്മളെ ഹെൽത്ത് പോയിട്ട് ഈ ഉണ്ടാക്കിയ പൈസ പോലും നമ്മളെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന പല സ്റ്റോറികളും ഞാൻ നമ്മളെ സുഹൃത്ത് വലയങ്ങളിലും നമ്മൾ ബിസിനസ് റിലേഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലേക്കൊന്നും നമ്മൾ ആരും വരാതെ തന്നെ നമ്മൾ ഇതിനൊക്കെ നമ്മൾ ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജീവിത വിജയം തന്നെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്. സീ യു സൂൺ.